മോളുടെ കല്യാണം പഠിക്കും. അയ്യോ തന്നെ അറിയാം, പക്ഷെ അവള് വിളിച്ചില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വളരെ സർപ്രൈസ് ആയിട്ട് അനുമോളുടെ വീട്ടിലേക്ക് അനുമോള് അഭിലാഷിന്റെ വീട്ടിലേക്ക് പോയേക്കാണ്. വീടിനകത്ത് വെച്ചിട്ട് ഇവർ തമ്മിലുള്ള ഒരു കോംബോ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തിറങ്ങിയ ശേഷം അനുമോള് കുറച്ച് പേര് അങ്ങോട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡീപ്പ് റിലേഷൻ, ബ്രദർ സിസ്റ്റർ ആ ഒരു റിലേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഞാൻ അനുമോളെ സമ്മതിച്ചു കൊടുക്കുന്നു. ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഇവരായിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ റിലേഷൻ കീപ്പ് ചെയ്യാനൊക്കെയുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ് അല്ലേ. ഇതാണ് അനുമോളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇതിനകത്ത് ഞാൻ അഭിലാഷിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരിക്കലും അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി ഒന്നും അനുമോളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാത്തുള്ള ഒരു പ്യുവർ സ്നേഹമാണ് കേട്ടോ അവിടെ ഉള്ളത്. അനുമോളുടെ അഭിലാഷിൻ്റെ വൈഫാണെങ്കിലും അഭിലാഷാണെങ്കിലും അത്തരത്തിലാണ് അനുമോളെ ട്രീറ്റ് ചെയ്യുന്നത്. അനുമോളുടെ വീട്ടിലേക്കുള്ള വരവ് അനുമോള് മാത്രമല്ല ആളുടെ ഫാമിലി മുഴുവനും വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ഒരു സർപ്രൈസ് ആയിട്ട് അഭിലാഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അഭിലാഷിന് മാത്രമാണ് അത് അറിയാൻ പാടില്ലാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ അറിയായിരുന്നു. രണ്ടുപേരും വ്ളോഗേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഒരു വീട്ടിൽ ചെന്ന് പെട്ടാൽ എങ്ങനെയിരിക്കും ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു കഷ്ടമല്ലേ. ഇവിടെ നിന്ന് വീഡിയോ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ വീഡിയോസ് എല്ലാവരും വന്നിട്ടുണ്ട്. ബിഗ് ബോസ് ഉണ്ടായിരുന്ന അതേ അതിപ്പോ ഗസ്റ്റ് ആരാ? അനുമോള് വീട്ടുകാരിയായി. സദ്യയും കാര്യങ്ങളൊക്കെ, സദ്യയാണോ ബിരിയാണിയാണോ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, ചോറ് അതെ സദ്യയാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അനുമോളും കൂടി കയറി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുമോൾ തന്നെയായിരുന്നു വീടിനകത്തും ഉണ്ടായിരുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നത് അനുമോൾക്ക് കുക്കിംഗ് അറിയില്ല എന്നൊക്കെ ചുമ്മാ കള്ളം പറയുകയാണെന്ന്. അതോ അഭിലാഷ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, ജിഷിനും അനുമോൾക്കാണ് കുക്കിംഗ് ഒക്കെ അറിയാവുന്നത്, വെറുതെ പറയല്ലേ എന്നൊക്കെ. അപ്പോൾ അനുമോളുടെ ചേച്ചി പറഞ്ഞു ഇല്ല അവൾ വീട്ടിലൊന്നും ചെയ്യാറില്ല, അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അനുമോളും ഫാമിലി കൂടി പോയിട്ട് അഭിലാഷിൻ്റെ കൂടെ അല്ലെങ്കിൽ അഭിലാഷിൻ്റെ വൈഫ് വിളമ്പുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ വയറ് നിറച്ച് വിളമ്പി കൊടുത്തു. ഇത് അനുമോൾ തന്നെയല്ലേ വീട്ടിലുണ്ടായിരുന്നു, എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒച്ചയും ബഹളം. പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ ആർത്തി പിടിക്കുന്നില്ല, എനിക്ക് രണ്ടെണ്ണം എനിക്ക് കൂടുതൽ താ എന്നൊക്കെ പറഞ്ഞ് ആർത്തി പിടിക്കുന്നില്ല. അതുകൊണ്ട് ഒച്ചയും ബഹളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി വിളമ്പി കൊടുക്കുന്നു. കുറേ പേർക്ക് പരാതിയുണ്ട്, അനുമോള് ചിരിച്ചുകൊണ്ട് വിളമ്പി കൊടുക്കുന്നില്ല, ഇങ്ങനെ മുഖം ഇങ്ങനെ മൂദേവി പോലെ വെച്ചിട്ടാണ് വിളമ്പി കൊടുക്കുന്നത്, സ്നേഹത്തോടുകൂടി വിളമ്പും, എന്നാലേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വീടിനകത്ത്. എന്തുകൊണ്ടാണ് സ്നേഹത്തോടുകൂടി പുഞ്ചിരി വിടർന്ന മുഖവുമായിട്ട് അനുമോള് വിളമ്പാതിരുന്നതിൻ്റെ റീസൺ ഇതാണ് കാര്യം. അനുമോളെ നിവിൻ ഇടക്ക് വിളിക്കും. എന്തിനാണെന്നറിയോ? വീടിനകത്ത് വെച്ച് അനുമോളോട് നിവിൻ ഒരു കുറച്ച് കല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എന്തെങ്കിലൊക്കെ ഇനോഗ്രേഷനോ നാട മുറിക്കാൻ വരുമ്പോൾ എന്നെ കൂടി വിളിക്കണേ എന്ന്. അപ്പോൾ നിവിൻ ഇടക്ക് വിളിക്കും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അഭിലാഷിനോട് അനുമോള് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം.
വിളിക്കും. നെവി വിളിക്കുന്നത് പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും പേര് പറഞ്ഞാലും നമുക്ക് ഒരാൾ മതി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഇടയ്ക്ക് നെവിൻ വിളിക്കും. നെവിൻ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷെ അവർക്ക് ഒരാൾ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വീടിനകത്ത് വെച്ച് മാത്രമാണ് അനുമോളെ കണ്ടുമുട്ടുന്നതും കമ്പനി ആവുന്നതും പിന്നീട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇത് ഗെയിമിൻ്റെ ഭാഗമാണ് എന്നൊക്കെ അവർ പറയുന്നു, എന്തോ ആയിക്കോട്ടെ. പക്ഷെ പുറത്ത് അനുമോൾക്ക് നല്ല ഡീപ്പായിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് മാത്രമല്ല, ബ്രദർലി ആ ഒരു ഫീൽ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ബ്രദർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള റിലേഷൻസ് ഒക്കെ അനുമോൾക്ക് ഉണ്ട്. അപ്പോൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് 1-2 പേര് വരുമ്പോൾ തീർച്ചയായിട്ടും ഷിയാസ് കരീമിനൊക്കെ ആയിരിക്കും വിളിക്കാം. ഇപ്പോൾ അത് നിവിൻ പറയുന്നത് നിവിൻ എങ്ങനെ വിളിക്കാനാണ്? നിവിൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നിവിൻ എങ്ങനെ വിളിക്കാനാണ്? അനുമോളെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന, അനുമോളെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഊതിപ്പെരിപ്പിച്ച് അനുമോളെ മോശമാക്കാൻ ശ്രമിക്കുന്ന, ബിന്നിയുടെ വാലി തൂങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ബിന്നിയുടെ കൂടെ ഫുൾ ടൈം നടക്കുന്ന നെവിനെ എങ്ങനെ അനുമോള് സപ്പോർട്ട് ചെയ്യും? ഈ ബിന്നി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ കൊണ്ട് തന്നെയാണ് ബിന്നിയും വിനുവും തമ്മിലുള്ള ആ ഒരു സംസാരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചർച്ചയായിരുന്നല്ലോ. അതിനുശേഷമാണ് അനുമോളുടെ ചേച്ചിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. ആ ബിന്നിയുടെ കൂടെയാണ് എപ്പോൾ നോക്കിയാലും നിവി നടക്കുന്നതും റീൽസ് എടുക്കുന്നതും അതൊക്കെ അവരുടെ ഇഷ്ടം. അവർക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുക. അത് നമ്മൾക്ക് പറഞ്ഞു തിരുത്താനൊന്നും പറ്റുന്നില്ല. അവരുടെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ നടന്നിട്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇനോഗ്രേഷൻ നടമുറിക്കാൻ എനിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കാര്യം നേടാൻ വേണ്ടി മാത്രം അനുമോളെ വിളിക്കുന്ന പ്രവണത അത് നല്ലൊരു കാര്യമല്ലല്ലോ. ഇതൊക്കെ മനസ്സിലാവാനിട്ടൊന്നും അല്ല അനുമോൾ അത് പറയുന്നുണ്ട്. ഒരാൾ മാത്രം വിളിക്കും, ഒരാൾ മാത്രം മതി എന്ന് അവർ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരാൾ മാത്രമായിക്കോട്ടെ, 2 മാത്രം ആയിക്കോട്ടെ, കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് നെവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അനുമോളോട് സ്നേഹം കാണിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തോ ജനങ്ങൾക്ക് നെവിനും അനുമോളും തമ്മിലൊരു കോംബോ ഇഷ്ടമാണ്. പക്ഷേ നെവിൻ്റെ ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്തോ ബിന്നിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ബിന്നി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാമല്ലോ, വീടിനകത്ത് വെച്ച് അത്രത്തോളം ഹേറ്റേഴ്സിനെ വാരി കൂട്ടിക്കൊണ്ട് പോയൊരു കണ്ടസ്റ്റൻ്റാണ്. പുറത്തിറങ്ങിയിട്ട് അതിലും അപ്പുറമായിരുന്നു. അപ്പോൾ ആ ബിന്നിയുടെ കൂടെ തന്നെ ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുന്ന നെവിനെ എങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്യും? എന്തോ ആയിക്കോട്ടെ. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി ഒന്നും പ്രതീക്ഷിക്കാതെ തന്നിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ കൊണ്ടുപോകാൻ ആ റിലേഷന് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് അനുമോളുടെ കൂടെയുണ്ട്. അവർ വീട്ടിലേക്ക് പോയി അനുമോൾ കണ്ട് ആ ഒരു ഫാമിലി ആയിട്ടാണെങ്കിലും പോയി കണ്ട് ആ കുറച്ച് ടൈമൊക്കെ ഹെൽത്തി ടൈം അവർ സ്പെൻഡ് ചെയ്ത് അവർ പോരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു റിലേഷൻ ഇല്ലേ, ആ ഒരു റിലേഷൻ മാത്രമേ മുന്നോട്ട് നിൽക്കുള്ളൂ. അല്ലാത്തത് എപ്പോഴെങ്കിലും അത് ഇല്ലാണ്ടായി പോകും. അത് തന്നെയാണ് ആദിലയുടെ നൂറയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള അവരുടെ കാര്യത്തിലാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിലാഷാണെങ്കിലും ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരൊക്കെ ആണെങ്കിലും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് അനുമോളോട് സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നത്. ആ സ്നേഹം എന്തായാലും തിരിച്ച് അനുമോൾ കൊടുക്കുന്നുണ്ട്. ബോസ് ഇന്ന് പുറത്തിറങ്ങിയ ശേഷം ഇവർ ഫാമിലി ആയിട്ടും അല്ലാതെയും ഇവരിങ്ങനെ നല്ലൊരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവരൊക്കെ നല്ല ആൾക്കാരാണല്ലോ, ഇവരെയൊക്കെ തന്നെയാണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, വളരെ നല്ല കാര്യം, ഇവർ വീടിനകത്ത് മാത്രമല്ല പുറത്തും അവർ ആണല്ലോ എന്ന് തോന്നും. ചിലവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവരെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്തത് എന്ന് തോന്നിപ്പോകും. പക്ഷെ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് പ്രൗഡാണ് കേട്ടോ. പക്ഷെ എനിക്കൊരു വിഷമം തോന്നിയിട്ടുള്ളത് അഭിലാഷിനെയാണ്. അഭിലാഷിനെ ആദ്യഘട്ടത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ അഭിലാഷിൻ്റെ കളികൾ കുറച്ച് മാറ്റം വന്നപ്പോൾ പേഴ്സണൽ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു. പക്ഷേ അഭിലാഷ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് ഇപ്പോൾ അവരുടെ വ്ളോഗിലൂടെയൊക്കെ കാണുമ്പോൾ നല്ലൊരു വ്യക്തിയായിരുന്നു. നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, നല്ലൊരു കണ്ടസ്റ്റന്റ് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ ഇനിയും നമുക്ക് കിട്ടട്ടെ. ഒന്നും പ്രതീക്ഷിക്കാതെ നല്ലൊരു റിലേഷന് വാല്യൂ കൊടുക്കുന്ന, ബിഗ് ബോസ് വീടിനകത്ത് 100 ദിവസം 50 ദിവസമോ 10 ദിവസമോ 2 ദിവസമോ ഒരുമിച്ച് താമസിച്ച് പുറത്തേക്ക് പോകുന്ന അവർ പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവേഴ്സ് എന്ന രീതിയിൽ വളരെ സന്തോഷം. അവർ യാത്രയൊക്കെ പറഞ്ഞു. 소쇼.